ഇന്ന് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ബ്ലൗസിൽ ചെയ്യാൻ പോകുന്നത്. വയലറ്റ് കളർ വിത്ത് ബ്ലൗസ് ആയിരുന്നു. അതിലേക്ക് സെയിം കളറിൽ നെറ്റ് ഫാബ്രിക് വാങ്ങിച്ചിട്ട് അതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജിൽ കൂടെയാണ് ഈ ത്രെഡ് വർക്ക് വരുന്നത്. ഇത് ത്രെഡ് വർക്കെല്ലാം ഞാൻ ചെയ്തത് മെഷീൻ എംബ്രോയ്ഡറിയിലാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് നോർമൽ മെഷീനിലാണോ ഈ വർക്ക് ചെയ്യുന്നതെന്ന്. അല്ല, ഇത് റെന്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. ഞാനിതിലാണ് ചെയ്യുന്നത്. കുറേ നാൾ മുമ്പ് ഇത് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവറിൻ്റെ നടുക്കെല്ലാം അതേ കളറിലെ കട്ട് ബീഡ്സാണ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബ്ലൗസിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. സാധാരണ ബ്ലൗസിലെല്ലാം നമ്മൾ ബാക്കിൽ കെട്ട് വെക്കാറുണ്ട്, ഡോറിയാണ് ചെയ്യുന്നത്. അതിന് പകരം വേറൊരു രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ഇഞ്ച് വീതിയിൽ വരുന്ന വിധത്തിലൊരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഫിനിഷ് ആക്കിയതിന് ശേഷം അതിൽ ഹാങ്ങിങ് ലേസ് കൊടുത്തു. അതിൻ്റെ രണ്ടറ്റത്തും ഹുക്ക് ബാർ പിടിപ്പിച്ചു. ബ്ലൗസിൻ്റെ ബാക്കിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഹുക്ക് പിടിപ്പിച്ചത്. അപ്പോൾ ഈ ഹുക്ക് അതിലേക്ക് നമുക്കത് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ബാക്കിൽ ഡോറിക്ക് പകരമായിട്ട് നമുക്കത് ട്രെൻഡി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു വെറൈറ്റി മോഡലുമാണ്. നമുക്കിത് ഉപയോഗിക്കാൻ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഊരി മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഈ ബ്ലൗസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം.